ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ക്ലാസ് 9 കെമിസ്ട്രിയുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെഷൻ 1 കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇത് സെഷൻ 2 ആണ്. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, നമുക്കിവിടെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺ നോക്കൂ, മഗ്നീഷ്യം 2+, മഗ്നീഷ്യം അയോൺ, ക്ലോറൈഡ് അയോൺ എന്ന് വരുമ്പോൾ Cl-. രണ്ടാമത്തെ മഗ്നീഷ്യം 2+, അതിൻ്റെ നേരെയുള്ള നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് സൾഫൈറ്റ് അയോണാണ്, SO4 2-. മൂന്നാമത്തെ കാൽഷ്യം അയോൺ Ca2+, കാർബണേറ്റ് അയോൺ ആണ്, അതിൻ്റെ നേരെയുള്ള നെഗറ്റീവ് അയോൺ CO3 2-. നാലാമത്തെ NH4+, അമോണിയം അയോൺ ആണ്, NH4+ എന്ന് പറയുന്നത്. ക്ലോറൈഡ് അയോൺ ആണ്, അതിൻ്റെ നേരെ അത് Cl- ആണ്. അപ്പോൾ ഇവരെ ചേർത്ത് അവരുടെ സാൾട്ടിൻ്റെ പേര് ഇടാനാണ് ആദ്യത്തെ ഇത്. രണ്ടാമത്തെ കെമിക്കൽ ഫോർമുല, അവരുടെ രാസനാമം എഴുതാൻ. നോക്കൂ, ആദ്യത്തെ മഗ്നീഷ്യം 2+, മഗ്നീഷ്യം അയോൺ, ക്ലോറൈഡ് അയോൺ ആണ് Cl-. അപ്പോൾ അതിൻ്റെ നെയിം എങ്ങനെ വരും, ലവണത്തിൻ്റെ പേരെങ്ങനെ വരും? മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് വരും. മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് നെയിം വരും. അതുപോലെ തന്നെ അടുത്തതും ആ ലവണത്തിൻ്റെ സാൾട്ടിൻ്റെ പേരെങ്ങനെ വരും? മഗ്നീഷ്യവും സൾഫേറ്റോ. അപ്പോൾ നെയിം ഓഫ് സാൾട്ട് എങ്ങനെ വരും? ലവണത്തിൻ്റെ പേര് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് വരും. അടുത്തത് കാൽഷ്യവും കാർബണേറ്റുമാണ്. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ വരും? കാൽഷ്യം കാർബണേറ്റ് എന്ന് വരും. നാലാമത്തെ അമോണിയം അയോണും ക്ലോറൈഡ് അയോണും. അയോൺ മാറ്റിയിട്ട് ജസ്റ്റ് അമോണിയം ക്ലോറൈഡ് എന്ന് എടുത്താൽ മതി, അതിൻ്റെ പേര് കിട്ടും. അമോണിയം ക്ലോറൈഡ് എന്ന് പേര് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ പേര് മനസ്സിലായല്ലോ. ആദ്യത്തെ മഗ്നീഷ്യം ക്ലോറൈഡ്, രണ്ടാമത്തെ മഗ്നീഷ്യം സൾഫേറ്റ്, മൂന്നാമത്തെ കാൽഷ്യം കാർബണേറ്റ്, നാലാമത്തെ അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ഓരോരുത്തരുടെ ലവണത്തിൻ്റെ പേര് മനസ്സിലായാലോ. പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ചേർത്ത് എങ്ങനെയാണ് ലവണത്തിൻ്റെ പേര് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായാലോ. രാസസൂത്രം, കെമിക്കൽ ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ മഗ്നീഷ്യം അയോണിൻ്റെ പോസിറ്റീവ് അയോണ് Mg2+ ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് അയോൺ ക്ലോറൈഡ് അയോൺ ആണ് Cl-. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ ഇവരുടെ ചാർജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഇവിടുത്തെ മൈനസ് എന്ന് പറഞ്ഞാൽ 1 ആണ് അവിടുത്തെ ചാർജ്. ഇവിടെ 2+ എന്ന് പറയുമ്പോൾ 2. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചും കൈമാറി. അപ്പോൾ എങ്ങനെ വരും? Mg1 ആയിട്ട് നമുക്ക് Mg എന്ന് എഴുതിയാൽ മതി. ക്ലോറിന് കിട്ടുന്ന എത്ര ചാർജ്? മഗ്നീഷ്യത്തിൽ നിന്ന് 2 ചാർജ്. അപ്പോൾ Cl2 നമ്പർ മാത്രം എഴുതിയാൽ മതി, ചാർജ് എഴുതണ്ട. Cl2. അപ്പോൾ രാസസൂത്രം മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ എങ്ങനെ വരും? MgCl2. ഇനി നമുക്ക് മഗ്നീഷ്യം 2+ സൾഫേറ്റ് അയോണും. സൾഫേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ SO4 2- ആണ്. SO4 2-. അപ്പം എങ്ങനെ വരും? Mg2+ഉം SO4 2-. അപ്പോൾ മേളത്തെ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ Mg2SO4 ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ വരും? 2/2 എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് രാസസൂത്രം MgSO4 എന്ന് വരും. MgSO4. അടുത്ത കാൽഷ്യവും അയോണും കാർബണേറ്റ് അയോണും. അപ്പോൾ അതിൻ്റെ നെയിം, ലവണത്തിൻ്റെ പേരെന്തായിരുന്നു? കാൽഷ്യം കാർബണേറ്റ്. അയോണുകൾ പോസിറ്റീവ് അയോൺ Ca2+ഉം കാർബണേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ CO3 2- ആണ്. CO3 2-. ഇവിടെ എഴുതി കാണിക്കാം. C3 ഇച്ചിരി വലുതായി പോയി താഴെ. CO3 2-. ഇതിൻ്റെ 2 ആണ് അവിടെയും ഇവിടെയും നമ്പർ. അപ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ Ca2 CO3ക്ക് മൊത്തത്തിലാണ് 2. അപ്പോൾ നമ്മൾ ഇത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. CO3 twice എന്ന് വരും. ഇവിടെ രണ്ടിടത്തും 2 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? CaCO3 എന്ന് വരും. കാൽഷ്യം കാർബണേറ്റ്. കാക്കോ3 എന്ന് പറയത്തില്ല, അത് തന്നെ സാധനം. CaCO3 /2 ചെയ്യുമ്പോഴാണ് CaCO3 വരുന്നത്. ഓക്കെ. അടുത്ത അമോണിയം ക്ലോറൈഡ് പോസിറ്റീവ് അയോൺ NH4+ ആണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ 1 ക്ലോറൈഡ് അയോൺ ആണ്, അതിനും എന്താണ്
ഒന്നാണ് ചാർജ്. Cl മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NH4Cl വരും. ഒന്നായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് എഴുതണ്ട, ജസ്റ്റ് NH4Cl എന്ന് എഴുതിയാൽ മതി. അതാണ് അമോണിയം ക്ലോറൈഡിൻ്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല. CaCO3യുടെ രാസസൂത്രം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തത് രാസബന്ധന ചാപ്റ്ററിലെ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിലെ അടുത്ത ഒരു കേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. പോസിറ്റീവ് അയോൺ തന്നിട്ടുണ്ട്, എത്ര ഹൈഡ്രോക്സൈഡ് എണ്ണം, അതുപോലെ തന്നെ വരുന്ന രാസസൂത്രം കെമിക്കൽ ഫോർമുല എങ്ങനെയായിരിക്കും, ബേസിൻ്റെ പേര്. ഹൈഡ്രോക്സൈഡ് അയോൺ ആണെങ്കിൽ അത് ബേസ് ആയിരിക്കും, അപ്പോൾ ബേസിൻ്റെ പേര് എഴുതാനാണ്. പോസിറ്റീവ് അയോൺ തന്നിട്ടുണ്ട്, Na+ ആണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് നോക്കിയിട്ടാണ് അവിടെ ഹൈഡ്രോക്സൈഡിൻ്റെ എണ്ണം നമ്മൾ എഴുതുന്നത്. OH- എണ്ണം എത്ര വരും, Na ആയിട്ട് ചേർന്ന് OH എത്ര എണ്ണം ചേരുമെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്ര ആണ്, 1 ആണ്. Na 1+, ഒരു OH സോഡിയത്തിൻ്റെ കൂടെ ചേരത്തുള്ളൂ. അപ്പോൾ OHൻ്റെ എണ്ണം ഇവിടെ സോഡിയത്തിൻ്റെ കൂടെ എത്ര ആയിരിക്കും, 1. അങ്ങനെയാണ് ഈ രാസസൂത്രം എങ്ങനെ വരും, NaOH. അടുത്തത് കാൽഷ്യം 2+ ആണ്, Ca2+. അവിടെ ചാർജ് എത്ര ആണ്, 2+, അപ്പോൾ 2. അപ്പോൾ എത്ര OH- അയോൺ കാൽഷ്യത്തിൻ്റെ കൂടെ ചേരും, 2 എണ്ണം. നേരത്തെ ചാർജ് നോക്കി നമുക്ക് എണ്ണം എഴുതാം. അപ്പോൾ പേര് വരുമ്പോഴത്തേക്ക് CaOH എന്ന് പറയുന്നത് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ടാണ് 2 വരുന്നത്. അപ്പോൾ OH ബ്രാക്കറ്റിൽ ഇടുക 2. CaOH ഡൈസ് എന്നായിരിക്കും രാസസൂത്രം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൻ്റെ പേര് NaOHൻ്റെ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വരും. ഇനി CaOH ട്വൈസ് ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വരും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് അലൂമിനിയം 3+ ആണ്, Al3+. അപ്പോൾ OH- എണ്ണം എത്രയാണ്, ചാർജ് നോക്കുക 3+. അപ്പോൾ 3 OH- അയോണുകൾ Al3+ ആയിട്ട് ചേർന്ന്, അപ്പോൾ രാസസൂത്രം എന്താണ്, AlOH എത്രയാണ്, ത്രൈസ് ആണ്, 3. OH ബ്രാക്കറ്റിലിടുക, ത്രൈസ്. പേരെങ്ങനെ വരും, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത Fe3+. Fe3+ എന്ന് പറയുന്നത് ഫെറിക് അയോൺ ആണ്. Fe2+ ആണ് ഫെറസ് അയോൺ. ഓക്കെ, ഫെറിക് അയോൺ Fe3+. നമ്മൾ അതിൻ്റെ ചാർജ് നോക്കുമ്പോൾ 3+ ആണ്. അപ്പോൾ 3 എത്ര ഹൈഡ്രോക്സൈഡ് അയോണിനെ അതിന് സംയോജിക്കാം, 3 എണ്ണത്തിന്. അപ്പോൾ 3. രാസസൂത്രം FeOH ത്രൈസ് തന്നെയാണ്. പേര് ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് വരും, ഫെറിക് ഹൈഡ്രോക്സൈഡ്. അടുത്ത Cu2+ എന്ന് പറയുന്നത് കുപ്രിക് അയോൺ ആണ്. എത്രയാണ് ചാർജ്, 2+. അപ്പോൾ 2 ഹൈഡ്രോക്സൈഡ് അയോണിനെ, OH- അയോണിനെ അവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് എണ്ണം, 2. രാസസൂത്രം വരുമ്പോഴത്തേക്ക് CuOH ട്വൈസ്. പേര് കുപ്രിക് ഹൈഡ്രോക്സൈഡ് എന്ന് വരും. ഓക്കെ, ജലത്തിൽ ലയിക്കുമ്പോൾ ആസിഡുകൾ സാധാരണയായി H+ അയോണുകളാണ് തരുന്നത്. ആൽക്കലികൾ അല്ലെങ്കിൽ ബേസുകൾ നമുക്ക് ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് തരുന്നത്. ഇനി ആസിഡുകളും ബേസുകളും തമ്മിൽ പ്രവർത്തിച്ച് ലവണവും സാൾട്ടും അതുപോലെ തന്നെ ജലവും കിട്ടുന്നു. അങ്ങനെ ഇത്തരം പ്രവർത്തനത്തെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവിരീകരണ രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആസിഡ് ആണെങ്കിൽ H+ ആയിരിക്കും, ആൽക്കലികളാണെങ്കിൽ OH- അയോണുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, Cl- ആസിഡിലെ നെഗറ്റീവ് അയോൺ ആണ് Cl-. പോസിറ്റീവ് അയോൺ നമ്മുടെ H+ ആണ് ആസിഡിലെ. അപ്പോൾ ആസിഡിലെ പോസിറ്റീവ് അയോൺ എപ്പോഴും നമ്മുടെ H+ഉം നെഗറ്റീവ് അയോൺ വ്യത്യസ്തമായി ഉള്ളത് വരാം. ഇനി ബേസികത എന്ന് പറയുന്നത് ഇതിനകത്തെ ചാർജിൻ്റെ അവിടെയുള്ള നമ്പറാണ്. ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ 1 ആണ്. അപ്പോൾ ബേസികത എന്ന ബേസിസിറ്റി 1 ആണ്. ഇനി ആസിഡിൻ്റെ രാസസൂത്രം എങ്ങനെ വരും, കെമിക്കൽ ഫോർമുല HCl. ഹൈഡ്രജൻ 1 ആണ്, ക്ലോറിൻ ഇവിടെ 1 ആണ്. അപ്പോൾ HCl. ഇനി ആസിഡിലെ നെഗറ്റീവ് അയണായ SO4 2-. അതിൻ്റെ ബേസികത വരുമ്പോൾ 2-. ചാർജ് നോക്കുക 2- ആണ്. അപ്പോൾ ബേസിസിറ്റി 2 ആണ്. അപ്പോൾ ആസിഡിൻ്റെ രാസസൂത്രം എങ്ങനെ വരും, നമ്മൾ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് പ്ലസ് ആണ്. അപ്പോൾ 1 ഉള്ളൂ. അത് SO4 പോകുമ്പോൾ SO4 മാത്രമേ ആകും. SO4 2- ആണ് സൾഫേറ്റ് അയോണിൻ്റെ ചാർജ്. അപ്പോൾ ആ 2 ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വരും, H2SO4. H2. അപ്പോൾ ആസിഡിൻ്റെ രാസസൂത്രം H2SO4 എന്ന് വരും. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അയോൺ PO4 3-. ചാർജ് നോക്കിയാൽ 3-. അപ്പോൾ ബേസികത 3 വരും. ഈ 3 H+ പോകുമ്പോഴത്തേക്ക് H3PO4 എന്ന് വരും.
CO4. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഫൈൻഡ് വെദർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ അയോണിക് ഓർ കോവലന്റ്. താഴെ തന്നിരിക്കുന്ന പദാർത്ഥങ്ങൾ അയോണിക് ആണോ അല്ലെങ്കിൽ സഹസംയോജക സ്വഭാവമുള്ളവയാണോ, കോവാലന്റ് ക്യാരക്ടർ ഉള്ളവയാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച് ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് എ മെഷർ ഓഫ് ആൻ ആറ്റംസ് എബിലിറ്റി ടു അട്രാക്ട് ആൻഡ് ഹോൾഡ് ഓൺ ടു ഇലക്ട്രോൺസ് വിത്തിൻ എ കെമിക്കൽ ബോണ്ട്. അപ്പോൾ ലിനസ് പോളിംഗ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉപയോഗിക്കുന്നത്, ആവിഷ്കരിച്ചത്. അപ്പോൾ കൂടുതലായിട്ടും പോളിംഗ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അയോണിക് ആണോ അല്ലെങ്കിൽ സഹസംയോജക സ്വഭാവമാണോ, കോവലന്റ് ക്യാരക്ടർ ആണോ കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവരുടെ വാല്യൂസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ 1.7 അതിലധികമോ ആണ് കൂടുതൽ ഹയർ വാല്യൂ ആ കിട്ടുന്നതെങ്കിൽ അവ അയോണിക് സ്വഭാവമുള്ളതായിരിക്കും, അയോണിക് ക്യാരക്ടർ ഉള്ളതായിരിക്കും. ഇനി 1.7 താഴെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അവ സഹസംയോജക സ്വഭാവം അല്ലെങ്കിൽ കോവലന്റ് ക്യാരക്ടർ ആയിരിക്കും ആ പദാർത്ഥം കാണിക്കുന്നത്. അപ്പോൾ CaCl2 കാൽഷ്യം എന്ന് പറയുന്നത് 1, ക്ലോറിൻ എന്ന് പറയുന്നത് 3.16 ആണ്. അപ്പോൾ 3.16 മൈനസ് കാൽഷ്യം 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.16 എന്ന് കിട്ടും. അപ്പോൾ CaCl2 എന്ന് പറയുന്നത് എന്താ സ്വഭാവമാണ്? അയോണിക സ്വഭാവമാണ്, അയോണിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. 2 MgO2, Mgയുടെ 1.31 ഓക്സിജൻ്റെ 3.44 ആണ്. അപ്പോൾ 3.44 മൈനസ് 1.31 മൈനസ് ചെയ്യുമ്പോൾ 3.1. അപ്പോൾ 2.13 ആണ്. അപ്പോൾ 1.7 കൂടുതലല്ലേ? തുല്യമോ ഈക്വലോ കൂടുതലോ ആണെങ്കിൽ അയോണിക് സ്വഭാവമായിരിക്കും. 1.7 കുറവാണെങ്കിൽ, ലോ ആണെങ്കിൽ സഹസംയോജക സ്വഭാവം അല്ലെങ്കിൽ കോവലന്റ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ MgO2 അയോണിക് സ്വഭാവമാണ് കാണിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത്. ഇനി അടുത്തത് CH3, ഹൈഡ്രജൻ 2.20, കാർബൺ 2.55 ആണ്. അപ്പോൾ 2.55, ഹൈഡ്രജൻ 2.20. നമുക്ക് വാല്യൂ എത്ര കിട്ടും? 0.35 എന്ന് വരും. 1.7 താഴെയാണ്. അപ്പോൾ അതെന്താണ്? സഹസംയോജക സ്വഭാവം, കോവലന്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.